ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗമല്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇത് LDFന് തിരിച്ചടിയാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ചില ഇടങ്ങളിലെ ഭരണവിരുദ്ധ വികാരമുണ്ട്, നമ്പർ 1. നമ്പർ 2, നമ്മൾ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കണക്കുകളല്ല LDFന് ഗ്രൗണ്ടിലുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം BJPയുടെ വളർച്ചയാണ്. BJPയുടെ വളർച്ച കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം BJP അവരുടെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഭരണത്തിലിരുന്ന പന്തളവും പാലക്കാട്ടും അവർക്ക് ഭരണം തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് BJPയുടെ ഭരണപരാജയത്തിൻ്റെ കാര്യം തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇല്ലെങ്കിൽ BJPക്ക് കാര്യമായി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇനി 3 കാര്യങ്ങളും പിന്നെ ഉറപ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി VD സതീശൻ ഒരിക്കൽ കൂടി സ്കോർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. ആദ്യത്തെ കാര്യം വന്നാൽ ഇതെന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പരാജയമല്ല എന്ന് പറയാനുള്ള കാരണം? തീർച്ചയായിട്ടും 2010 2015 തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കണം. 2015 ഞാനൊന്ന് ആദ്യം പോകാം. 2015 കണക്ക് നമ്മൾ പരിശോധിച്ചാൽ LDFും UDFും തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.2% മാത്രമാണ്. ഓർമ്മിക്കണം, 0.2%. അതായത് LDFും UDFും നെക്ക് ടു നെക്കാണ്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പെർസെൻറ്റേജ് അനുസരിച്ച് ആരാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്? 2016 LDFന് 91 സീറ്റ്. ആരും പ്രിഡിക്റ്റ് ചെയ്യില്ല. 0.2% വ്യത്യാസം മാത്രമേ ഉള്ളൂ. 0.2% വ്യത്യാസമേ ഉള്ളൂ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. തൊട്ടടുത്ത വർഷം നടക്കുന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6% ആ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു. അതായത് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് പിണറായി സർക്കാർ അധികാരം പിടിക്കുമ്പോൾ 6% വർധനവ്, 91 സീറ്റ്. എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായത്? എങ്ങനെയാണ് സംഭവിച്ചത്? ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? 2015 ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. 0.2% ഡിഫറൻസ് ഉള്ളൂ LDFന്. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ 0.2% അല്ലല്ലോ റിഫ്ലക്ട് ചെയ്യേണ്ടത്. പക്ഷെ തൊട്ടടുത്ത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അത് LDFന് ഗുണമായിട്ട് മാറുന്നു. അപ്പോൾ ആ 0.2 ഡിഫറൻസ് 6% മാറ്റി എന്നുള്ളത് വലിയൊരു കണക്കാണ്. അതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിയമസഭയിൽ പരാജയപ്പെടണം എന്നൊരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ 2010 വന്നാൽ നോക്കൂ, 2010 വരുമ്പോഴാണ് UDF ഈ 2000 ശേഷം നേടിയ ഏറ്റവും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയം 2010 അന്ന് 978 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ആ 978 ഗ്രാമപഞ്ചായത്തുകളിൽ 559 ഇടത്ത് UDF ആയിരുന്നു. ഇന്ന് 505 ഇടങ്ങളിലാണ്, ഇപ്പോൾ കണക്ക് വരുന്ന ഈ സമയത്ത് 505 ഇടങ്ങളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 54, അതായത് 2010 അപേക്ഷിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ 54 ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഇല്ല. ആ കണക്കിൽ 37 ഗ്രാമപഞ്ചായത്തുകൾ മൊത്തം കുറവ് വന്നിട്ടുണ്ട്. 941 അത് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2010 ഗ്രാമപഞ്ചായത്തിനേക്കാൾ കുറഞ്ഞ പെർഫോമൻസാണ് 2025 അന്ന് ജില്ലാ പഞ്ചായത്ത് 8 ഇടങ്ങളിൽ UDF ഉണ്ടായിരുന്നു, 6 ഇടങ്ങളിൽ LDF. ഇപ്പോഴിതാ 7 ഇടങ്ങളിൽ LDF, 7 ഇടങ്ങളിൽ UDF. 2020 ബ്ലോക്ക് പഞ്ചായത്തിൽ 92 ഇടങ്ങളിലായിരുന്നു UDF ഉണ്ടായിരുന്നത്. ഇപ്പോൾ UDF ഉള്ളത് 77 ഇടങ്ങളിലാണ്. മുനിസിപ്പാലിറ്റി 40 ഇടങ്ങളിൽ അന്ന് UDF, ഇന്ന് അത് 54 വർദ്ധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ 3-2 ആയിരുന്നു, അത് 4-1 ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരെണ്ണം NDAക്കാണ് ഇപ്പോൾ കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2010 കണക്കും 2025 കണക്കും കൂടി നമ്മൾ താരതമ്യം ചെയ്താൽ 2010 UDFന് കിട്ടിയ ഒരു വലിയ തരംഗം 2025 എന്നാൽ 2010 ശേഷം 11 നടന്ന തെരഞ്ഞെടുപ്പിലോ 2010 ഈ 2000 ശേഷം UDFന് ലഭിച്ച ഏറ്റവും വലിയ മാൻഡേറ്റ് കിട്ടിയ 2010 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ വിജയം പക്ഷേ തൊട്ടടുത്ത വർഷം അതേ രീതിയിൽ UDFന് ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. 2 സീറ്റിനാണ് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത്. നോക്കൂ, 559 സീറ്റ് പിടിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് 559 സീറ്റ് പിടിച്ചിട്ടും തൊട്ടടുത്ത വർഷം UDF അധികാരത്തിൽ വരുന്നത് 2 സീറ്റിൻ്റെ ബലത്തിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷം തകർന്നുപോയി എന്ന് പറഞ്ഞാൽ കണക്കുകൾ അനുസരിച്ച് നമുക്കിത് പറയാൻ കഴിയില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്, സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗമാണോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ പറയണം, തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അത് കണ്ടു തന്നെ പോകണം. ഇപ്പോൾ ലൈഫിൽ ചിലയിടങ്ങളിൽ വീടുകൾ കിട്ടാതെ പോയത്, പഞ്ചായത്തുകൾ ചിലയിടങ്ങളിൽ പെർഫോം ചെയ്യാതെ പോയത്, കോർപ്പറേഷനുകളിലെ ചില വാർഡുകളിൽ അഴിമതി, ഇത് തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി തന്നെ വിലയിരുത്തണം. 3, അങ്ങനെയാണെങ്കിൽ പിന്നെ LDFന് പരാജയം സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. തന്ത്രത്തിൽ പിഴച്ചുപോയി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഭൂരിപക്ഷ
സമുദായത്തിന്റെ വോട്ട് തേടിപ്പോയ പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നതും അഥവാ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ കാറിൽ വന്നിറങ്ങുന്നതും ഒരേ വേദിയിൽ വന്ന് സംസാരിക്കുന്നതും ഷോൾ ഇട്ട് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ബഹുമാനിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതേ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തി മലപ്പുറത്ത് ഒരു സമുദായത്തെ LDF നിന്ന് അകറ്റി. ആ വെള്ളാപ്പള്ളി നടേശനെതിരെ പിണറായി വിജയൻ ഒരു വാക്കുപോലും ശബ്ദിച്ചില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ തുടർച്ചയായി നവോത്ഥാന നായകൻ എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ അതേസമയം ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് LDFിനൊപ്പം വന്നതുമില്ല. അവിടെയാണ് സ്വർണ്ണപ്പാളിയിലടക്കം ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ CPM വിരുദ്ധ ഭൂരിപക്ഷ വോട്ടുകൾ പക്ഷേ കോൺഗ്രസിലേക്ക് പോയില്ല, അത് BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് LDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്ന് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്, അത് ന്യൂനപക്ഷ വിരുദ്ധമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് തുടർച്ചയായിട്ട് ആക്രമണം നടത്തുമ്പോൾ അത് ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ഒരകൽച്ചയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ആ വിവാദങ്ങൾ യഥാർത്ഥത്തിൽ മൊത്തത്തിൽ സർക്കാരിനെതിരെ അഥവാ ഈ LDFിനെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ സഹായിച്ചു. അത് ഭരണവിരുദ്ധ വികാരം എന്ന മട്ടിലല്ല, പകരം നിലവിലുള്ള വിവാദങ്ങൾ LDFിനെ പിന്തുണച്ചിട്ടേയില്ല. കാരണം ഇതിൽ സർക്കാരിന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 2021 പിണറായി വിജയൻ സർക്കാരല്ലല്ലോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ളത്. അത് 2019 നടക്കുന്ന കാര്യമാണ്. 2016 പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ദേവസ്വം ബോർഡിലായിരുന്നു പത്മകുമാറും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വാസുവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ഭരണവിരുദ്ധ വികാരം. നോക്കൂ, അതിദാരിദ്ര്യമുക്ത പദ്ധതി, ഞാൻ ഇപ്പോഴും പറയുന്നു, അതിദാരിദ്ര്യമുക്ത പദ്ധതി ഈ സർക്കാരിൻ്റെ ഏറ്റവും ഉശിരുള്ള പദ്ധതിയാണ്. ആ പദ്ധതി പ്രകാരം പട്ടിണിയില്ലാത്ത മനുഷ്യർ ഈ നാട്ടിലുണ്ടായെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ, തദ്ദേശ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അത് വ്യവസായങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ആരോഗ്യ മേഖലയിലാണെങ്കിലും ശരി, തുടർച്ചയായിട്ടുള്ള റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും സർക്കാർ ബഹുദൂരം മുന്നിലേക്ക് പോയിട്ടുണ്ട്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന അഥവാ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്ന സാഹചര്യത്തിൽ LDFിനെ പിന്തുണച്ചിട്ടില്ല. അപ്പോൾ ഒന്ന്, താഴെത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണവിരുദ്ധ വികാരം ഒരു കാര്യമാണ്. 2, ഈ LDF സർക്കാരിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സംവിധാനം അമ്പയെ പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണത്തിലേക്ക് അവസാനത്തെ ദിവസങ്ങളിൽ പോയി എന്നുള്ളത് LDFിന് സംഭവിച്ച പാളിച്ചയാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാത്രം തുടർച്ചയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതിനു പകരം വ്യത്യസ്ത വിവാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നു. ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ള നിൽക്കുന്നു, മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ഒരു ശ്രമം നടത്തി. യഥാർത്ഥത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ നിന്ന് LDFിൻ്റെ പ്രചരണം മാറിപ്പോയത് LDFിന് ഈ ഘട്ടത്തിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് BJPയുടെ ഈ ഇൻട്രോഡ്സ് ആണ്. തിരുവനന്തപുരത്ത് BJP നല്ല നിലയിൽ മുന്നേറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ 35-ൽ നിന്ന് 15 വാർഡുകൾ അഡീഷണൽ ആയിട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ തിരിച്ചുവരവാണ് തലസ്ഥാനത്ത്. എന്നാൽ പന്തളത്ത് പരാജയപ്പെട്ടത്, പാലക്കാട് ഭരണം നിലനിർത്താൻ കഴിയാഞ്ഞത്, തൃപ്പൂണിത്തുറയിൽ 1-ാം സ്ഥാനത്ത് വന്നു. പന്തളം നഷ്ടപ്പെട്ടെങ്കിലും തൃപ്പൂണിത്തുറയിൽ 1-ാം സ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സ്വപ്നം കാണുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് മാതൃകാപരമായ രീതിയിൽ കേരളത്തിൽ ഒരു LDF UDF സഖ്യമുണ്ടാവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കുന്നതിൽ നിന്ന് BJPയെ തടയാൻ സാധിക്കും. പാലക്കാട് ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ BJPക്കെതിരെ UDFും LDFും കൈകോർക്കുകയാണെങ്കിൽ 10 വർഷത്തിനു ശേഷം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയെ പ്രതിപക്ഷത്തിലെത്താൻ സാധിക്കും. പന്തളത്ത് LDF ഇതിനകം തന്നെ BJP പ്രതിപക്ഷത്താക്കി മാറ്റിക്കഴിഞ്ഞു. തൃപ്പൂണിത്തറയിലും UDFിൻ്റെയും LDFിൻ്റെയും ഒരു സഖ്യം വരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു മാതൃകയായി സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ. ഇതൊന്നും മൊത്തം നിങ്ങൾ സീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ആകെ 6-7 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തദ്ദേശ വാർഡുകളും കോർപ്പറേഷൻ വാർഡ് മുനിസിപ്പാലിറ്റിയും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താലും നിലവിൽ 6 നിയമസഭയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ ഓർമ്മിക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ആവർത്തനമാവില്ല. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് VD സതീശൻ്റെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ VD സതീശൻ ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ VD സതീശന് തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് ചിട്ടയായ പ്രവർത്തനം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഇത് മധുരമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നോക്കൂ, VD സതീശൻ വിജയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നായിട്ട് VD സതീശൻ്റെ കാലത്ത് വിജയിച്ചു വരുന്നത്
നേരത്തെ ലഭിച്ചിരുന്ന ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിക്കൊണ്ട് വിജയിച്ചു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വി ഡി സതീശൻ പറയുന്നത് വനവാസത്തിന് പോകേണ്ടി വരില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ ഇനി നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വാദം ആവർത്തിക്കുന്നു. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം എന്നതിനും അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ LDF പാളി. UDF വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ചു. ഒരു LDF-നെതിരായിട്ടുള്ള ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായിട്ടുണ്ടായി. അതേസമയം ഭൂരിപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ UDF-നേക്കാൾ LDF-നേക്കാൾ പിന്തുണച്ചിരിക്കുന്നത് BJP ആണ് എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട് സാർ, ഈ പിന്നെ UDF-ന് ഇപ്രാവശ്യം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്രാവശ്യം വലിയ രീതിയിൽ ഈ പറയുന്ന വിവാദത്തിന് പുറകെ പോയിട്ടില്ല കേട്ടോ. എല്ലാവരും വർക്ക് ചെയ്യുന്ന പണിയിലായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും സണ്ണി ജോസഫ് ആണെങ്കിലും സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നതിൽ പുറകിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പല സ്ഥലത്തും ഞാൻ പറഞ്ഞ ഇപ്പോൾ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി, പിന്നെ അതുപോലെ തന്നെ എറണാകുളം മുനിസിപ്പാലിറ്റി, ഒരു വർഷം മുന്നേ മുനിസിപ്പാലിറ്റി തിരിച്ചു കൊടുത്ത ബുദ്ധിയൊക്കെ വലിയ ബുദ്ധി തന്നെ അത് ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. Meet the editors.